ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. സ്കന്ദപുരാണത്തിൽ മഹാവിഷ്ണു ഭഗവാൻ തന്നെയാണ് വൈശാഖ മാസത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ശ്രീനാരദ മഹർഷിയോട് പറയുന്നത്. യുഗങ്ങളിൽ കൃതയുഗവും നദികളിൽ ഗംഗയും ശാസ്ത്രങ്ങളിൽ വേദവും എപ്രകാരമാണോ ശ്രേഷ്ഠമായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് മാസങ്ങളിൽ വൈശാഖവും. ലക്ഷ്മി നാരായണന്മാരുടെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു മാസം കൂടിയാണ് വൈശാഖ മാസം. അതായത് ശ്രീ മഹാവിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഓരോരോ ഭക്തന്മാരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വൈശാഖത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റിയ ഒരു മാസം കൂടെയാണിത്. ഈ മാസത്തെ മാധവ മാസമെന്നും ഭാഗവത മാസമെന്നും അറിയപ്പെടുന്നു. അതായത് ഈ മാസത്തിൽ ഭാഗവതം വായിക്കുകയോ കേൾക്കുകയോ അതുപോലെ തന്നെയാണ് സഹസ്രനാമ ജപവും ഒക്കെ നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ഫലം നൽകുന്നു എന്നാണ് പറയുന്നത്. 3 കാര്യങ്ങൾക്കാണ് ഈ മാസം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഒന്ന് ധ്യാനം, പിന്നെ ഒന്ന് സ്നാനം, പിന്നെ ഒന്ന് ദാനം. സ്നാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യോദയത്തിന് മുന്നേ ഉള്ള നമ്മുടെ സ്നാനം, അതായത് ഈ കുളിക്കുന്ന സമയത്ത് സർവ്വ നദികളുടെയും സർവ്വ പുണ്യ നദികളുടെയും സാന്നിധ്യം ജലാശയങ്ങളിൽ ഉണ്ടാകും എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെയാണ് ദാനത്തെക്കുറിച്ച് പറയുന്നത്. ദാനം അത് ചൂട് സമയമല്ലേ, അപ്പോൾ ചെരുപ്പ്, വിശറി, കുട എന്നിവ ദാനം ചെയ്യുന്നത് വളരെയധികം മഹാത്മ്യമേറുന്നു. അതുപോലെ തന്നെയാണ് ധ്യാനം. ഭഗവാനെ ധ്യാനിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ ഒരു മാസമാണ് ഈ വൈശാഖ മാസം. കുറേ പ്രധാനപ്പെട്ട ദിവസങ്ങളും ഈ മാസത്തിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ചും 2 ഏകാദശി, പിന്നെ അക്ഷയ തൃതീയ. ഗംഗാനദി ഭൂമിയിലേക്ക് വന്നത് ഈ മാസത്തിലാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വനവാസ സമയത്ത് പാണ്ഡവർക്ക് സൂര്യഭഗവാൻ അക്ഷയപാത്രം കൊടുത്തതും ഈ മാസത്തിലാണ്. പരശുരാമ ജയന്തി, നരസിംഹ ജയന്തി, ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ജന്മദിനം എന്നീ പുണ്യ ദിവസങ്ങളെല്ലാം ഈ മാസത്തിലാണ് വരുന്നത്. കഴിവതും ഭഗവത് ധ്യാനത്തോടെ ഇരിക്കുക, നാമങ്ങൾ ജപിക്കുക, അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോവുക. ഇങ്ങനെ ഒരു മാസം മുഴുവൻ വിഷ്ണുഭക്തി നിറഞ്ഞ ഒരു മാസമായിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതിലൂടെ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ വർഷത്തെ വൈശാഖ മാസം 2026 ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.